ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ സീലോറി. അപ്പോൾ ഇപ്പോൾ ഇത് പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ചിരിക്കുകയാണ്. കുറേ നാൾ മുന്നേ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ കാർഡ്ബോർഡിൻ്റെ അട്ടി, പിന്നെ വീലിൻ്റെ ആ പോർഷൻ വരുന്നത് പ്ലാസ്റ്റിക് കുപ്പിയിൽ അതിൻ്റെ അടപ്പ്, പിന്നെ ചെറിയ കനം കുറഞ്ഞ അലൂമിനിയം ഷീറ്റ്, പിന്നെ ആ ബാക്കിലെ ഗ്രില്ല് വരുന്നത് ചെറിയ ഈർക്കിലി ആണ്. പിന്നെ ഫ്രണ്ടിലെ ഗ്ലാസ് വരുന്നതെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെയാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റ്. പിന്നെ നമ്മൾ ഈ വണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് ഫ്രണ്ട് പോർഷൻ ഓപ്പൺ ചെയ്യേണ്ട രീതിയിലാണ്. ഫ്രണ്ട് ബോണറ്റ് പൊക്കി നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ബോണറ്റിൽ തന്നെ ഗ്രില്ല് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ അരിപ്പൊടിയൊക്കെ അരിക്കണ അരിപ്പയുണ്ട്, അതിൻ്റെ നെറ്റ് വെച്ചിട്ടാണ്. അത് പ്ലാസ്റ്റിക്കാണ്, പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റ് പഴയത് വെച്ചിട്ടാണ് നമ്മൾ ആ ഗ്രില്ല് ചെയ്തിരിക്കുന്നത്. പിന്നെ പൊക്കി വെക്കുന്ന കമ്പിയെല്ലാം അലൂമിനിയത്തിൻ്റെ ഈ സർവീസ് വയറിൽ നിന്നൊക്കെ കട്ട് ചെയ്തെടുക്കണ അലൂമിനിയത്തിൻ്റെ കമ്പി വെച്ചിട്ടാണ്. പിന്നെ എൻജിൻ്റെ പോർഷനൊക്കെ ചെയ്തിരിക്കുന്നത് ചെറിയ ചെറിയ പീസുകളും ചെറിയ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ പീസുകളും ഈ ഫ്രൂട്ടിയുടെ ഒരു സ്ട്രോയിൽ നിന്ന് നമുക്ക് കിട്ടില്ലേ, ആ ഒരു സ്ട്രോ വെച്ചിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതാണ് ആ ഞൊറിവൊക്കെ വന്നേക്കുന്നത്. പിന്നെ വണ്ടിയുടെ ചെയ്സ് കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ മരത്തിൻ്റെ റീപ്പറില്ലേ, ജനലിൻ്റെയൊക്കെ സൈഡിലടിക്കും, ആ റീപ്പർ വെച്ചിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. റീപ്പർ നമുക്ക് ഈ ഫർണിച്ചറൊക്കെ ഉണ്ടാക്കണോടത്ത് എന്ന് ചോദിച്ചാൽ, ജനൽ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണോടത്ത് ചോദിച്ചാൽ അവർ പഴയതുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ വീല് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കുപ്പിയുടെ അടപ്പും റെക്കോർഡിൻ്റെ അട്ടി വട്ടത്തിൽ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ വീല് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കുറേ ലെയറായിട്ട് അടുക്കി വെച്ചിട്ട് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നെറ്റിൻ്റെ ഭാഗം വരുന്നതെല്ലാം ഈർക്കിലിയുടെ പീസാണ്. അങ്ങനെ ഓരോ ലെയറായിട്ട് അടുക്കി വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മൊത്തം ആകെ 6 വീൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പോളിഷ് ചെയ്ത് കഴിയുമ്പോൾ നല്ല അടിപൊളിയായി ഉണ്ടാവും. ചെയ്യണത് ആ റീപ്പറിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ റീപ്പറിലേക്ക് വീല് കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. റീപ്പർ നമ്മൾ നല്ല രീതിയിൽ ഹോളൊക്കെ ഇടണം ആവശ്യത്തിന്, എന്നാലാണ് ആ ലീഫ് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ലീഫ് ഉണ്ടാക്കണതെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടാണ്. ഹൗസിങ്ങിൻ്റെ പോർഷൻ വരുന്നതും പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലിൻ്റെ ആ ടോപ്പ് പോർഷൻ നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണതാണ്. റൗണ്ടായിട്ടാണ് ഇരിക്കുന്നത്, ആ റൗണ്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കും, അത് കണക്ട് ചെയ്യുന്നതാണ്. ഇതാണ് ഹൗസിങ്ങിൻ്റെ പോർഷൻ വരുന്നത്. ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഇതൊക്കെ ലീഫും ഹൗസിങ്ങും അതൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ വണ്ടിയുടെ ആ ഫ്രണ്ടിലെ പോർഷൻ നമ്മൾ ഉണ്ടാക്കിയെടുത്തെന്ന് വെച്ചാൽ അത് അലൂമിനിയം ഷീറ്റ് വെച്ചിട്ടാണ്. അലൂമിനിയം ഷീറ്റ് 2 പാർട്ടായിട്ട് കട്ട് ചെയ്തെടുത്തു. എന്നിട്ടതൊരു പട്ടിക കഷ്ണത്തിലേക്ക് റീപ്പറിലേക്ക് തന്നെ ആണി വെച്ച് അടിച്ചു വെക്കുകയാണ് ചെയ്തത്. എന്നിട്ടത് എം സിയിൽ തേച്ചിട്ട് നമ്മൾ അത് സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ചെടുക്കുകയാണ് ചെയ്തത്.
ഇതിൽ നമ്മൾ 9 വോൾട്ടിൻ്റെ 2 ബാറ്ററിയാണ് യൂസ് ചെയ്യണത്. ബാറ്ററി ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ 9 വോൾട്ടിൻ്റെ ബാറ്ററി വെച്ചാൽ ലൈറ്റിന് മാത്രമായിട്ടാണ്. മോട്ടർ ഒന്നും നമ്മുടെ ഇതില്ല. നമ്മൾ ലൈറ്റ് മാത്രമാണ് ഇപ്പോൾ സെറ്റപ്പ് ചെയ്തിട്ട്. ലൈറ്റിന് 9 വോൾട്ടിൻ്റെ 2 ബാറ്ററി വേണം. പിന്നെ ബാറ്ററി നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സർക്യൂട്ടിൽ തന്നെ നമ്മൾ പ്ലഗും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാറ്ററി നമുക്ക് ആ ക്യാബിൻ്റെ പുറകിലേക്ക് ഇറക്കി വെക്കാനായിട്ട് നമ്മൾ ഇത് ചെയ്തപ്പോൾ തന്നെ 2 ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലേക്ക് ഇറക്കി വെക്കാവുന്ന രീതിയിലാണ് ഇത് സെറ്റപ്പ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൽ 2 ഹെഡ്ലൈറ്റ്, 2 ഇൻഡിക്കേറ്റർ, അത്രയാണ് വരുന്നത്. പിന്നെ വണ്ടിയുടെ അകത്തൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ബാക്കിലും കൊടുത്തിട്ടുണ്ട് ഇൻഡിക്കേറ്ററിൻ്റെ സർക്യൂട്ട് നമുക്ക് നെറ്റിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ നെറ്റിലൊക്കെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. അത് വെച്ച് സിമ്പിൾ സർക്യൂട്ടാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.